ദേശീയ തലത്തിൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് എന്ന ചോദ്യത്തിൽ നിന്ന് നമുക്ക് പോകാം. കോൺഗ്രസിന്റെ ദേശീയ നേതാവ് KC വേണുഗോപാൽ മത്സരിക്കുന്ന ആലപ്പുഴയിൽ CPM-ന്റെ ഒരേ ഒരു കനൽത്തരി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ച മണ്ഡലത്തിലാണ് പക്ഷേ KC മത്സരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ് PMark അഭിപ്രായ സർവേയിൽ ഈ തവണ LDF നിലനിർത്തും ആലപ്പുഴ എന്നുള്ളതാണോ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ആ കനൽത്തരി അവിടെ നിൽക്കെ തന്നെ അത് കെടുത്താൻ വേണ്ടിയിട്ടാണ് KC വേണുഗോപാൽ വരുന്നത്. KC വേണുഗോപാലിന് ഇനിയും രാജ്യസഭയിൽ ഇനിയും ടേം ബാക്കിയാണ്. അങ്ങനെ അവിടുത്തെ ടേം ബാക്കിയാക്കി വെച്ചിട്ട് ഇവിടെ വന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ചു പോകുന്നതിനെതിരെ വലിയ രീതിയിലുള്ള പ്രചരണം നടക്കുന്നുണ്ട്. അതൊക്കെ ഈ മണ്ഡലത്തിൽ എങ്ങനെ പ്രതിഫലിക്കും? എന്നാൽ അതിനപ്പുറം KC വേണുഗോപാലിന്റെ തട്ടകം, അതായത് രാഷ്ട്രീയമായിട്ട് അദ്ദേഹം നിയമസഭയിലേക്ക് ജയിച്ച, ലോക്സഭയിലേക്ക് ജയിച്ച ആലപ്പുഴ എന്ന് പറയുന്ന കേന്ദ്രം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് KC വേണുഗോപാൽ. ആ കോൺഫിഡൻസ് നമ്മൾ കാണേണ്ടതാണ്. കാരണം LDF-ന്റെ സിറ്റിംഗ് സീറ്റിലാണ് കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി വന്ന് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ UDF തരംഗമുണ്ടായി 19 സീറ്റും ഒരു പക്ഷത്തേക്ക് പോയപ്പോഴും LDF-നൊപ്പം നിന്ന, എന്ന് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ചരിത്രപരമായ പ്രാധാന്യമുള്ള ആലപ്പുഴയിൽ ഞാൻ ജയിക്കുമെന്ന കോൺഫിഡൻസ് അക്കാര്യത്തിൽ KC ഉള്ളതുകൊണ്ടാണല്ലോ അദ്ദേഹം വന്ന് മത്സരിച്ചത്. KC-ക്ക് ആ കോൺഫിഡൻസ് ഉണ്ട്. അത് മാത്രമല്ല, ഇതിനിടയ്ക്ക് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരുമ്പോഴത്തേക്ക് KC വേണുഗോപാലിന് അങ്ങോട്ട് പോകണം. ഇപ്പം ഏത് സ്ഥാനാർത്ഥിക്ക് പറ്റും ഒരു മണ്ഡലത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഇതിനിടയ്ക്ക് അത്തരത്തിലുള്ള പരിപാടികൾ, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പലതരത്തിലുള്ള മീറ്റിംഗ്, കാര്യങ്ങൾ, കത്തയക്കൽ, അത് എല്ലാം ഉണ്ടാകും. ഇതിന്റെ ഇടയ്ക്കാണ് അദ്ദേഹം അവിടെ മത്സരിക്കുന്നത്. പലതരത്തിലുള്ള വെല്ലുവിളികൾ അദ്ദേഹം നേരിടുന്നുണ്ട്. തീർച്ചയായും ശോഭാ സുരേന്ദ്രൻ എന്ന ഫയർ ബ്രാൻഡ് ലീഡറെയാണ് ഇത്തവണ BJP മത്സരിപ്പിക്കുന്നത്. ഓർക്കണം, മത്സരിച്ച ഇടത്തെല്ലാം വോട്ട് വീതം വർദ്ധിപ്പിച്ച ചരിത്രമാണ് ശോഭാ സുരേന്ദ്രന്റേത്. ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങലിൽ കഴിഞ്ഞ തവണ മിന്നും പ്രകടനം കാഴ്ചവെച്ചതാണ്. അവർ പാലക്കാട് മത്സരിക്കുമ്പോഴും വോട്ട് വിഹിതം വർദ്ധിപ്പിച്ച ആളാണ്. ആ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ 1,87,000 വോട്ട് NDA നേടിയ ആലപ്പുഴയിൽ വന്ന് മത്സരിക്കുകയാണ്. LDF-ന്റെ സിറ്റിംഗ് സീറ്റും. അപ്പോൾ ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതി ഉണ്ടാവുന്നുണ്ട്. തീർച്ചയായും ഉണ്ട്. മാത്രമല്ല, ഇടയ്ക്ക് മറ്റൊരു വാർത്ത വന്നിരുന്നു. ശോഭാ സുരേന്ദ്രൻ അവിടെ വന്ന് മത്സരിക്കുന്നതോടുകൂടി, മത്സരിച്ച് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയതോടുകൂടി BJP അതൊരു A ക്ലാസ് മണ്ഡലമാക്കി. സംസ്ഥാന നേതൃത്വം അത് തള്ളിക്കളഞ്ഞു. ഞങ്ങൾക്ക് അങ്ങനെ ക്ലാസ് വ്യത്യാസമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവർ അവിടെ മത്സര രംഗത്ത് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി. ആലപ്പുഴ ആർക്കൊപ്പം? എന്താണ് PMark മാതൃഭൂമി ന്യൂസ് അഭിപ്രായ സർവേ പറയുന്നത്? ദാ വന്നു വള്ളം. ആലപ്പുഴയിൽ KC വേണുഗോപാൽ തന്നെ. KC വേണുഗോപാൽ 44-38 സിറ്റിംഗ് MP AM ആരിഫിന്. ശോഭാ സുരേന്ദ്രൻ 16. എന്താണ് സംഭവിക്കുന്നത് ആലപ്പുഴയിൽ? KC വേണുഗോപാൽ 3% വർദ്ധിപ്പിക്കുന്നു. അവിടെ CPM സ്ഥാനാർത്ഥി അതേപടി തന്നെ. കഴിഞ്ഞ തവണ 38, ഇത്തവണയും 38. ശോഭാ സുരേന്ദ്രനും 3% വോട്ട് നഷ്ടമാണ് നമ്മുടെ രണ്ടാം ഘട്ട സർവേ ഫലത്തിലുള്ളത്. അതായത് ആദ്യഘട്ട സർവേയിൽ 41% വോട്ടുകളാണ് KC വേണുഗോപാൽ നേടും എന്ന് പ്രവചിച്ചിരുന്നത് എങ്കിൽ രണ്ടാം ഘട്ട സർവേയിൽ അത് 44 ആകുന്നു. 3 പോയിന്റിന്റെ വർധനവ്. AM ആരിഫിന്റെ വോട്ട് ഷെയറിൽ സമാനമായ വർധനവില്ല. അതേസമയം 19 നിന്ന് ശോഭാ സുരേന്ദ്രൻ 16 താഴുന്നു. കഴിഞ്ഞ തവണ 17.24% വോട്ട് KS രാധാകൃഷ്ണൻ മത്സരിച്ചപ്പോൾ നേടിയ ഇടത്ത് അത്രയും വോട്ട് ശോഭാ സുരേന്ദ്രൻ നേടുന്നില്ലെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? എന്തുകൊണ്ട് KC വേണുഗോപാൽ ഇപ്പൊ നോക്കൂ, 6 പോയിന്റിന്റെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ലീഡ്. ആരിഫിന്റെ വോട്ട് വിഹിതം കുറയുന്നില്ല. നമ്മൾ ആദ്യത്തെ സർവേയിൽ പ്രൊജക്ട് ചെയ്ത അതേ വോട്ട് വിഹിതത്തിൽ ആരിഫ് നിൽക്കുകയാണ്. പക്ഷെ KC വോട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട്. KC-യുടെ വോട്ട് വർധനവ് BJP-യുടെ കോസ്റ്റിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ അഭിലാഷ് പറഞ്ഞ ഒരു കാര്യം അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ടാകാം. മൊത്തത്തിൽ BJP-ക്ക് വോട്ട് കുറയുന്നതായിട്ട്, ശോഭാ സുരേന്ദ്രൻ വന്നിട്ടും കുറയുന്നതായിട്ടാണ് കാണുന്നതെങ്കിൽ ഇവിടെ കുറച്ച് KC വേണുഗോപാലിലേക്ക് വോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെത് ശോഭാ സുരേന്ദ്രനിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുമ്പോൾ മറുവിഭാഗത്തിന്റെ കേന്ദ്രീകരണം KC വേണുഗോപാലിന് അനുകൂലമായിട്ടുണ്ട്. അതിന് പറ്റുന്ന ഒരു സാഹചര്യം, സാമുദായിക സാഹചര്യം അവിടെ. ആലപ്പുഴയിൽ കംഫർട്ടബിൾ ആയി KC വേണുഗോപാൽ 6% മുൻതൂക്കത്തോടെ ആലപ്പുഴയിൽ KC വേണുഗോപാൽ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ സർവേയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ.